ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയം സംസാരിക്കുവാൻ വേണ്ടിയാണ് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. മീഡിയ വണ്ണിന്റെ അടുപ്പുകൂട്ടി ചർച്ചയ്ക്കെതിരിൽ അതിനെതിരിൽ ചില കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞ് ആ പോസ്റ്റിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റിൽ വരികയാണ്. വളരെ മോശമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. കേരളത്തിലെ ഈ മീഡിയ വണ്ണിന്റെ ആശയവുമായി ഒരിക്കലും ഒത്തുചേർന്ന് പോവാത്ത, അവരെ വിമർശിക്കുന്ന, സീതാബൂദിനെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സഹോദരനാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് സീതാബൂദാണ് ഇപ്പോ നമ്മുടെ ഹീറോ എന്നാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ അടുപ്പുകൂട്ടി ചർച്ചയിലൂടെ സീതാബൂദും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ജനസാമാന്യത്തെ അവര് പ്രത്യേകമായ ഒരു അജണ്ടയിലൂടെ അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രവാദിയായ ഒരു കുഴലൂത്തുകാരൻ എലികളെ കൊണ്ടുപോയതും കുട്ടികളെ കൊണ്ടുപോയതും ഒക്കെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഇവർ ഈ ഒരു പരിപാടിയിലൂടെ ഒരു വിഭാഗത്തിന്റെ ചെറുപ്പക്കാരൻ അവരെ ഇങ്ങനെ പ്രത്യേകമായ ഒരു ചിന്തയിലേക്ക്, പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. കാരണം ഇപ്പോ പാലത്തായി കേസ്, ഞാൻ അതിലേക്കൊന്നും വിശദമായി കടന്നു പോവാനേ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ ആദ്യമായി, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നടന്ന ഒരു സംഭവമല്ല അത്. അതിന് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. കേരളത്തിലെ എല്ലാ ജാതിയിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട ആളുകൾ, എല്ലാ മതത്തിലും പെട്ട പുരോഹിതന്മാർ, അവരെല്ലാവരും ചെറിയ ചെറിയ മക്കളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും കേരളം ആഘോഷിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വല്ലാത്ത അവസ്ഥാവിശേഷം. കമ്പാർട്ട്മെന്റുകളായി, കമ്മ്യൂണിറ്റികൾ കമ്പാർട്ട്മെന്റുകളായി തിരിഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ വലിയ വലിയ ക്യാമ്പയിനുകൾ. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എവിടേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുക, വർഗീയവൽക്കരിച്ച് ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ പരസ്പരം അകറ്റി ഒരു വല്ലാത്ത ശത്രുതാ മനോഭാവത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്യാമ്പയിനുകളാണ് ഇത്തരം അടുപ്പുകൂട്ടി ചർച്ചകളിലൂടെ സീതാബൂദും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കിങ്കരന്മാരും ലക്ഷ്യം വെക്കുന്നത്. അവര് പറയുന്ന വാർത്തകളിൽ ഒരു തരിമ്പും സത്യമില്ല. എന്തൊക്കെയാണ് ദാവൂദ് പറയുന്നത്? പച്ചക്കറിയിൽ വരെ വർഗീയത ഗവേഷണം ചെയ്യുന്ന, ഖനനം ചെയ്യുന്ന സീതാബൂദ്. ഞാൻ എൻ്റെ കേരളത്തിലെ പ്രിയപ്പെട്ട മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. ഹിന്ദുക്കളോടോ മുസ്ലിമീങ്ങളോടോ ക്രിസ്ത്യാനികളോടോ കമ്മ്യൂണിസ്റ്റിനോടോ ക്യാപിറ്റലിസ്റ്റിനോടോ അല്ല, മറിച്ച് മലയാളികളോട്, മനുഷ്യരായി സ്നേഹത്തോടെ ഈ നാട്ടിൽ ജീവിച്ചു വന്ന മനുഷ്യരോടാണ്, മലയാളി സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ മൗദൂദ്യമം, അവര് നേതൃത്വം നൽകുന്ന ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്ന ഈ മുക്കാൽ ചാനൽ, അവര് പുറത്തുവിടുന്ന, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ അഖിലവും കള്ളമാണ്. സത്യത്തിന്റെ നേരിന്റെ ഒരു തരിമ്പ് പോലും അവരുടെ വാർത്തയിൽ ഇല്ല. അവര് ഉത്തർപ്രദേശത്തിലെ വാർത്ത കൊടുക്കുന്നു, ബംഗ്ലാദേശിലെ കൊടുക്കുന്നു, അതുപോലെ ജാർഖണ്ഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ, കശ്മീർ എന്ന് പറഞ്ഞ് ഒരുപാട് വിദൂരങ്ങളായ സ്ഥലങ്ങളിലെ വാർത്തകൾ അവർ കൊടുക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ സത്യമാണ് എന്ന്. സത്യത്തിന്റെ നേരിന്റെ ഒരു കണിക പോലും മീഡിയ വൺ പുറത്തുവിടുന്ന വാർത്തയിൽ ഇല്ല എന്ന് ഞാൻ കേവലം
അവകാശവാദം ഉന്നയിക്കുകയല്ല, മറിച്ച് ആരോപണം ഉന്നയിക്കുകയല്ല. ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്, എന്റെ അനുഭവം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ കോഴിക്കോടുള്ള ഓഫീസും എന്റെ വീടും തമ്മിൽ കൃത്യം 35 കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധിയുള്ളത്. 35 കിലോമീറ്റർ. ആ 35 മീഡിയ വൺ ചാനലിന്റെ ഓഫീസിൽ നിന്ന് കേവലം 35 കിലോമീറ്റർ മാത്രം ദൂരപരിധിയിലുള്ള എന്നെ കുറിച്ച് ഈ വൃത്തികെട്ട ചാനലിൽ വന്ന ഒരു വാർത്തയുടെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്ന സമയത്ത്, ആ ഒരു കേസ് വന്ന സമയത്ത് മീഡിയ വൺ ചാനലിൽ അവരെഴുതി വിടുകയാണ്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ, അവരുടെ വാർത്തകളിൽ അവർ പറയാ, എന്റെ പേരങ്ങ് പറഞ്ഞു, റിഷാദ് സുല്ലമി. അവർക്ക് എന്നോടുള്ള വെറുപ്പെന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ശക്തമായി ആദർശപരമായി വിഭിന്നമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വ്യക്തിയായിരുന്നു ഞാൻ, ആ പ്രസ്ഥാനത്തിലുള്ള ആളായിരുന്നു ഞാൻ. അവരെഴുതി വിട്ടത് എന്താണെന്നറിയോ? അവരെഴുതി വിട്ടത്, ഈ വ്യക്തി റിഷാദ് സുല്ലമി എന്ന് പറയുന്ന ഞാൻ വെള്ളിയാഴ്ച ജുമുഅ ഖുതുബകളിൽ ഈ പറയുന്ന ഹലാൽ ബിസിനസിനെ കുറിച്ച് വാചാലനാകും. എന്റെ പരിപാടി എന്താ? വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയാൽ ഇന്നൽ ഹംദുലില്ലാഹ് എന്നും പറഞ്ഞ് ഹംദും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോട് ഹലാലായ ബിസിനസിനെ കുറിച്ച് ധാരാളമായിട്ട് പറയാം, എന്നിട്ട് ആളുകളെ അതിലേക്ക് ആകർഷിക്കുക. അങ്ങനെ ആകർഷിക്കപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും വാങ്ങുക. അതായിരുന്നു റിഷാദിന്റെ പരിപാടി എന്ന് ഈ മുക്കാൽ ചാനലിൽ അവരെഴുതി വിട്ടതാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കും, ഓഹോ, അപ്പൊ നിന്നെ കുറിച്ച് എഴുതിയതാണല്ലേ എന്റെ അമർഷത്തിന് കാരണമെന്ന്. ഞാൻ ബാക്കി കൂടെ പറയട്ടെ. ഈ പറയുന്ന മേൽ സൂചിപ്പിക്കപ്പെട്ട ബിസിനസ് ഒരു സുഹൃത്ത് ഫോം ചെയ്യുന്നതിന്റെ 3 വർഷം മുമ്പ് ജുമുഅ ഖുതുബകൾക്ക് പോകുന്ന പരിപാടി ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപരമായ പ്രഭാഷണങ്ങൾക്ക് പോകുന്ന ആ ഒരു ജോലി നിർത്തിവെച്ചിട്ടുണ്ട്. സംഘടനയിലുണ്ടായ ചില ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ആ എന്നെയാണ് ഇവരെഴുതി വിടുന്നത്, ഇവര് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നത്. ഇവരെഴുതി വിടുന്നത് വെള്ളിയാഴ്ച ജുമുഅ ഖുതുബകളിൽ ധാരാളമായി ബിസിനസിനെ കുറിച്ച് അങ്ങ് സംസാരിക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ട മലയാളികളെ, ഞാൻ ഖുതുബ നടത്തിയതെല്ലാം അതിൽ സിംഹഭാഗവും കേരളത്തിലെ ഞാൻ നിലകൊണ്ടിരുന്ന പ്രസ്ഥാനത്തിന്റെ ജില്ലകളിലെ ആസ്ഥാന പള്ളികളിലായിരുന്നു. എന്റെ ഖുതുബ കേട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയാൻ കഴിയോ റിഷാദ് ജുമയിൽ ബിസിനസിനെ കുറിച്ച്, ഹലാലായ കച്ചവടത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന്? പറയാൻ കഴിയില്ല, ഒരാൾക്കും പറയാൻ കഴിയില്ല. അപ്പൊ കേവലം 35 കിലോമീറ്റർ മാത്രം ഈ മീഡിയ വണ്ണിന്റെ കൂടാരത്തിന് 35 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ദൂരപരിധിയിലുള്ള എന്നെ കുറിച്ച് ഒരു സത്യത്തിന്റെ അംശം പോലുമില്ലാതെ അക്ഷരം അച്ചു നിരത്തിയവർ, അത് പ്രചരിപ്പിച്ചവർ, അവരാണ് ഇന്ത്യയുടെ ഒരുപാട് ദൂരങ്ങളിലുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെ നടക്കുന്നു, അങ്ങനെ നടക്കുന്നു, ഇവിടെ പോകുന്നു, അതാവുന്നു, ഇതാവുന്നു എന്ന് പറയുന്നത്. ഇവര് ഇവിടെ ധ്രുവീകരണമുണ്ടാക്കി, ഈ ജനങ്ങൾക്കിടയിൽ പ്രയാസമുണ്ടാക്കി, വർഗീയപരമായി ധ്രുവീകരണമുണ്ടാക്കി, ഇവിടെ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുകയാണ് സീതാബൂതും അയാളുടെ കിങ്കരന്മാരും എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മലയാളികളെ, ഇവര് പടച്ചുവിടുന്ന ഈ മലീമസമായ മാധ്യമ പ്രവർത്തനമുണ്ടല്ലോ, ഇവരുടേത് മാധ്യമ സ്വാതന്ത്ര്യമാണോ? ഇവരെയൊക്കെ മീഡിയയുമായി ചാനലായി ബ്രോഡ്കാസ്റ്റിംഗിന് അനുവദിക്കരുത്. ഇവര് നടക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, ഇവരുടേത് ജേർണലിസമല്ല, ജീർണലിസമാണ്. മീഡിയ ടെററിസം, മാധ്യമ തീവ്രവാദം, മീഡിയ ജിങ്കോയിസം, മീഡിയ കാനിബാലിസം, മാധ്യമ നരഭോജിത്വം, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അധികാരികളോട് പറയാനുള്ളത്, ഈ കൂടാരമൊക്കെ അടച്ചുപൂട്ടണം. ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഏത് സംവിധാനങ്ങളാവട്ടെ അവസാനിപ്പിക്കണം. ഇവിടുത്തെ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഇവിടെ സംജാതമാകണം. അതിനിതുപോലെയുള്ള ചാനലുകൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ധ്രുവീകരണം ഉണ്ടാക്കുന്ന ചാനലുകൾ അടച്ചുപൂട്ടണം.
ഇവര് ധ്രുവീകരണം ഉണ്ടാക്കുന്നില്ലേ? ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു CPM-ന്റെ സംസ്ഥാന ഒരു ജില്ലാ നേതാവ്, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിലെ ഒരു വാചകം കടമെടുത്ത് ആ പ്രസംഗം തന്നെ ആളുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് സീതാബൂത് തന്റെ കൂടാരത്തിലിരുന്ന് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. എന്ത് വളരെ മോശമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രയാസമുണ്ടാക്കുന്ന, ജനങ്ങൾക്കിടയിൽ വർഗീയപരമായ കലാപമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു. ആ മനുഷ്യൻ പറഞ്ഞത് ശരിയല്ലേ? ആ മനുഷ്യൻ പറഞ്ഞത് കറക്റ്റാണ്. അയാളുടെ രാഷ്ട്രീയവുമായി ഞാൻ യോജിക്കുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യം കൃത്യമാണ്. ഈ പറയുന്ന ചെറിയ മക്കൾ അബ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യം കേരളത്തിൽ ഇത് ആദ്യമായി സംഭവിച്ച ഒരു കാര്യമൊന്നുമല്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി, ഈ പറയുന്ന സുഡാപ്പികളുടെ പ്രതിനിധിയായിരുന്ന ഒരു പള്ളി ഇമാം, ഒരു അൽകാസിമി, പേര് നിങ്ങൾക്കറിയാം, ഒരു അൽകാസിമി, അയാള് തന്റെ സുഹൃത്തായ പ്രവാസിയുടെ ഭാര്യയുമായി പ്രണയത്തിലായി. ആ ഭാര്യയെ അബ്യൂസ് ചെയ്തു. അതും പോരാഞ്ഞിട്ട് ആ പ്രവാസിയായ മനുഷ്യന്റെ ഒരു ബാലികയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ തന്റെ ഇന്നോവയിൽ കടത്തി കൊണ്ടുപോയി, കാട്ടിൽ കൊണ്ടുപോയി അയാൾ ദുരുപയോഗം ചെയ്യുകയാണ്. അവിടെ ഈ തൊഴിലുറപ്പിന് വന്ന ആളുകൾ ഇത് കാണാൻ വാഹനം ഇങ്ങനെ കുലുങ്ങുന്നത്. അപ്പൊ അവര് പേടിച്ചു. അവരെന്താ വിചാരിച്ചത്? ഭൂകമ്പം നടക്കുന്നതാണെന്നാ. അപ്പൊ അവര് പേടിച്ചപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, ഭൂകമ്പം ആവാൻ സാധ്യതയില്ല, കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലമൊന്നും കുലുങ്ങുന്നില്ലാലോ, വണ്ടിയിലാണെന്തോ കമ്പനം നടക്കുന്നത്. അവര് പോയി നോക്കുമ്പോ ഇയാൾ ദുരുപയോഗം ചെയ്യാണ്. പ്രശ്നമായി, കേസായി. ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇയാൾ ജാമ്യത്തിലിറങ്ങി വന്നതാ വിശേഷം. ആ സമയത്ത് ഇവിടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഈ പറയുന്ന മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ജനവിഭാഗം? ഇല്ല. തെറ്റ് ചെയ്തവൻ, കുറ്റം ചെയ്തവൻ, അവന് ശിക്ഷിക്കപ്പെടട്ടെ. ഇവിടെ ആരും അതൊന്നും ആഘോഷിച്ചിട്ടില്ല. ഇവിടെ അതൊന്നും ആരും ക്യാമ്പയിനുകളാക്കിയിട്ടില്ല. പക്ഷേ വിശേഷം, ഞാൻ പറയുന്ന വിശേഷം അതല്ല. ഈ പറയുന്ന അൽകാസിമി ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ട് ഈ വൃത്തികെട്ടവന് പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടിക്കൊടുത്ത ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ. എന്നിട്ട് അവൻ പ്രസംഗിക്കുക, ഓ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ, അത് പ്രസംഗിക്കുക. പിന്നെ മനസ്സിലായോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റാര് ചെയ്താലും തെറ്റാണ്. തോന്നിവാസം ആര് ചെയ്താലും തോന്നിവാസമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോ നമ്മുടെ കേരളത്തിലെ അവസ്ഥ, തെറ്റ് ചെയ്യുന്നതോ കുറ്റം ചെയ്യുന്നതോ ഒന്നുമല്ല വിഷയം. ആര് ചെയ്യുന്നു? താന്താങ്ങളെ അനുകൂലിക്കുന്ന ആളുകളാണോ തെറ്റ് ചെയ്യുന്നത്? അത് മിണ്ടാതിരിക്കുക. അതാരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ചെവി കൊടുക്കാതിരിക്കുക. താന്താങ്ങളുടെ എതിർചേരിയിലുള്ളവരാണോ തെറ്റ് ചെയ്യുന്നത്? അത് ആഘോഷിക്കുക. താന്താങ്ങളുടെ ശത്രുചേരിയിലുള്ള ആളുകൾ എന്ത് തോന്നിവാസം, എന്ത് വൃത്തികേട് ചെയ്താലും അത് ആഘോഷിക്കുക. കൂടുള്ളവർ എന്ത് ചെയ്താലും അത് മിണ്ടാതിരിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, കേരളം മുഴുവനും അപരാധിച്ച് നടക്കുന്ന ഒരു പ്രൊവേർട്ട്, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, മാധ്യമപ്രവർത്തകർ ചോദിക്കുക, ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി സംസാരിക്കുന്നു, അവളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നു, അവളെ ഹരാസ് ചെയ്യുന്നു, അവളോട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നു, അവളുടെ ഗർഭത്തെ പോലും 1-ാം മാസം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ഇവന് നല്ല പരിചയമായി, ഇത് ഉണ്ടാക്കി കൊടുത്ത് പരിചയമുണ്ട്, അതിന്റെ കാര്യങ്ങളും അതിന്റെ സാഹചര്യങ്ങളും ഒക്കെ അറിയാം. അങ്ങനെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു പെർവേർട്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കുക, ഈ ശബ്ദം നിങ്ങളേത് തന്നെയാണോ? അപ്പൊ ഇയാൾ അങ്ങോട്ട് പറയാ, അല്ല, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ എനിക്ക് സമയം തരൂ. അല്ല മിസ്റ്റർ പെർവേർട്ട്, ഈ ശബ്ദം നിങ്ങളുടേത് തന്നെയാണോ? ഞാൻ നിയമപരമായിട്ട് എന്തു ചെയ്യുകയുള്ളൂ, ഇവിടെ കോടതിയുണ്ടല്ലോ, അതല്ല നമ്മുടെ ചോദ്യം. ഈ ശബ്ദം താങ്കളുടേതാണോ? കോടതി, ഇവിടെ സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, ധാരാളം കോടതികളുണ്ടല്ലോ, കോടതികളെ നമ്മൾ ബഹുമാനിക്കണ്ടേ എന്നും പറഞ്ഞ് ഉപ്പുമാങ്ങയുടെ അണ്ടി എന്ന് പറയുമ്പോ അപ്പുമാമയുടെ എന്നും പറഞ്ഞിട്ട് ഒരു ചങ്ങാതി ഇങ്ങനെ നടക്കുക.
എന്നാൽ ഈ വർഗീയ ധ്രുവീകരണം ഭീകരമായ രീതിയിൽ കേരളത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഈ സന്ദർഭത്തിലും ഈ ചങ്ങാതിനെ ന്യായീകരിക്കാൻ ഇവിടെയുള്ള ആളുകളുണ്ട്, മതമൗലികവാദികളുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളും വനിതാ നേതാക്കളും ഒക്കെ ഇയാളെ കൈയൊഴിഞ്ഞു. എന്നിട്ടും മുസ്ലിം ലീഗിന്റെ കുറെ ഈ സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന കുറെ കൂലിയെഴുത്തുകാർ അവർ ഇയാൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു വംശീയവാദത്തിലേക്ക്, ഒരു വർഗീയവാദത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സീതാബൂദിന്റെ ഈ പറയുന്ന മാധ്യമം, ഈ പറയുന്ന സംവിധാനം അതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്കിതൊന്നും ഒരു വർഗീയതയില്ല. തെറ്റാര് ചെയ്താലും തെറ്റാണ്. അത് സ്വന്തം ആളുകളുടെ ഭാഗത്താണെങ്കിൽ മൂടി വെക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവരുടേത് ആഘോഷിക്കേണ്ടുന്ന കാര്യവുമില്ല. ന്യായം ആരുടെ ഭാഗത്താണോ അവിടെ നിൽക്കുക. അതാണ് ശരിയായ നിലപാട്. അധികാരികളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഇത്തരത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി സീൽ ചെയ്ത് ഇവിടെ വർഗീയ കലാപങ്ങൾക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നാണ് എനിക്ക് വിനീതമായി അപേക്ഷിക്കുവാനുള്ളത്.